വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 4 അതിലെ ചാപ്റ്റർ 1 ശാകുന്തളം. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓരോ വാക്കും സെൻറ്റൻസും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ആ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒറ്റ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആക്ടിവിറ്റി 1. റീവിസിറ്റ് ദ എക്സ്ട്രാക്ട്. നമ്മുടെ ചാപ്റ്റർ ഒന്നും കൂടി നോക്കാനാണ് പറയുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ് വിച്ച് എക്സ്പ്രസ് ദ ലവ് ഓഫ് നേച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പറയുന്ന ഡയലോഗ് ഏത് സിറ്റുവേഷനിലായിരുന്നു, അല്ലെങ്കിൽ ആ ഡയലോഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ കോണ്ടെക്സ്റ്റ്. അപ്പോൾ എല്ലാ ഡയലോഗ്സും തന്നിട്ടില്ല, എല്ലാ കോണ്ടെക്സ്റ്റും തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് ആ ബ്ലാങ്ക്സ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ ദുഷ്യന്ത. ഫസ്റ്റ് ഡയലോഗ് എന്താ? ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് ഹിസ് ബാക്ക്വേർഡ് ലുക്സ് ഹി സെൻസ്. അത് ആരെക്കുറിച്ച് പറയുന്നതാ? മാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്ന ഡയലോഗാണ്. കോണ്ടെക്സ്റ്റ് ദ അട്രാക്റ്റീവ് അപ്പിയറൻസ് ഓഫ് ദി ഡീഡ്. മാനിൻ്റെ ആ ഒരു മനോഹാരിത, അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയാനാണ് ഈ ഡയലോഗ് പറയുന്നത്. രണ്ടാമത്തെ ഡയലോഗ് നമുക്ക് തന്നിട്ടില്ല, കോണ്ടെക്സ്റ്റ് ഉണ്ട്. ദ സറൗണ്ടിങ്സ് ഓഫ് ദ ഹെർമിറ്റേജ്. അപ്പോൾ ആശ്രമത്തിൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം പറയുന്ന ഡയലോഗ്, ദുഷ്യന്തൻ പറയുന്ന ഫേമസ് ഡയലോഗ് ഏതാ? ഡു യു നോട്ട് സീ വൈ ഹിയർ ആർ റൈസ് ഗ്രെയിൻസ് ഡ്രോപ്പ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ്. കാണുന്നില്ലേ ചെറിയ തത്തയുടെ ചുണ്ടിൽ നിന്നും വീണ് കിടക്കുന്ന അരിമണികൾ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അത് ആ ഹെർമിറ്റേജിൻ്റെ, ആശ്രമത്തിൻ്റെ സറൗണ്ടിങ്സ് എങ്ങനെയുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ നോക്കാം, ഹെർമിറ്റ്സ്, സന്യാസികൾ അല്ലേ. അടുത്ത ഡയലോഗ് തന്നിട്ടുണ്ട്. ഓ കിങ്, ദിസ് ഡീർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഷോയിങ് ഹിസ് റെസ്പെക്ട് ഫോർ സേക്രഡ് ലൈഫ്. അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ബഹുമാനമാണ് കാണിച്ചു തരുന്നത്. അടുത്തത് ഡയലോഗുമില്ല, കോണ്ടെക്സ്റ്റുമില്ല. അപ്പോൾ നമുക്ക് രണ്ടും എഴുതി കൊടുക്കാം. ഡയലോഗ്: ടു യു വെയർ വെപ്പൺസ് ലെൻഡ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ടു ഡെലിവർ നോട്ട് സ്ട്രൈക്ക് ദ ഇന്നസെൻറ്റ്. നിങ്ങൾക്ക് ആയുധം നൽകപ്പെട്ടിരിക്കുന്നത് ദുഃഖം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാനാണ്, അല്ലാതെ അവരെ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയ ആളുകളെ ഉപദ്രവിക്കാനല്ല എന്ന് പറയുന്നു. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ദ ഹെർമിറ്റ് ടീച്ചിങ് ഹിം ദ ട്രൂ ഡ്യൂട്ടി ഓഫ് എ റൂളർ. ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ഹെർമിറ്റ് അല്ലെങ്കിൽ സന്യാസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശകുന്തളയാണ്. ഹെർ സിസ്റ്റർലി അഫെക്ഷൻ ഫോർ ദ ട്രീസ്. കോണ്ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഡയലോഗ്സ് ഇല്ല. മരങ്ങളെയൊക്കെ ശകുന്തള സ്വന്തം സഹോദരിമാരെ പോലെ കാണുന്നു. അത് സൂചിപ്പിക്കുന്ന ശകുന്തളയുടെ ഡയലോഗ് ഏതാണ്? ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡൻറ്റ് ഐ ഗീവ് ഹർ വാട്ടർ. അവൾ എൻ്റെ സഹോദരിയാണ്, എന്തുകൊണ്ട് അവൾക്ക് വെള്ളം കൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചെടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്തതായി ഡയലോഗ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഇല്ല. ഓ ഗേൾസ്, that mango tree is trying to tell me something with his branches that move in the wind like fingers. ആ ഒരു മാവ് എന്നോട് എന്തോ പറയാനായി ശ്രമിക്കുന്നു, അതിൻ്റെ കാറ്റ് തിളകുന്ന വിരലുകൾ കൊണ്ട് എന്ന് പറയുന്നുണ്ട് ശകുന്തള. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഷോയിങ് ഹർ ഡീപ്പ് ബോണ്ട് വിത്ത് നേച്ചർ. നേച്ചറുമായിട്ടുള്ള അത്ര അധികമായ ആഴത്തിലുള്ള ഒരു കണക്ഷനാണ് കാണിച്ചു തരുന്നത്. അടുത്ത ഡയലോഗ്സ് ഇല്ല, എന്നാൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ദി ഇമേജ് ഓഫ് ദ യങ് ജാസ്മിൻ വൈൻ ആൻഡ് സ്ട്രോങ് മാംഗോ ട്രീ. അപ്പോൾ ആ മുല്ലവള്ളിയെയും മാവിനെയും കുറിച്ച് പറയുന്ന ഡയലോഗ് ഏതാണ് ശകുന്തള പറയുന്നത്? വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്. എന്ത് നല്ല ജോഡിയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ജാസ്മിൻ ഷോസ് ഹർ യൂത്ത് ഇൻ ഹർ ഫ്രഷ് ഫ്ലവേഴ്സ് ആൻഡ് ദ മാംഗോ ട്രീ ഷോസ് ഹിസ് സ്ട്രെങ്ത് ഇൻ ദി റൈപ്പനിങ് ഫ്രൂട്ട്. മുല്ല അതിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന ഫ്രഷായ പൂക്കൾ വഴി അതിൻ്റെ യൗവനം കാണിച്ചു തരുമ്പോൾ മാംഗോ ട്രീ പാകമായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫ്രൂട്ട് വെച്ചിട്ട് അതിൻ്റെ ശക്തി കാണിച്ചു തരികയാണ് എന്ന് ശകുന്തള ഇവയെക്കുറിച്ച് പറയുന്നു. അടുത്തതായിട്ട് അനസൂയയിലേക്കാണ് പോകുന്നത്. അനസൂയയുടെ രണ്ട് മെയിൻ ഡയലോഗ്സ് ഇവിടെ തന്നിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തെ ഡയലോഗ്: ഇറ്റ് സീംസ് ടു മീ ഡിയർ ദാറ്റ് ഫാദർ കൻവ കെയർസ് മോർ ഫോർ ദ ഹെർമിറ്റേജ് ട്രീസ് ദാറ്റ് ഹി ഡസ് ഫോർ യു. You are delicate as a jasmine blossom, yet he tells you to fill the trenches about the trees. എന്താ പറയുന്ന അനസൂയ ശകുന്തളയോട്? എനിക്ക് തോന്നുന്നു കണ്വ മഹർഷിക്ക് നിന്നേക്കാളും പ്രിയം ഇവിടുത്തെ ആശ്രമത്തിലെ ചെടികളോടും മരങ്ങളോടുമാണ് എന്നാണ്. കാരണം നീ ഒരു മുല്ലമുട്ട് പോലെ ഡെലിക്കേറ്റ് ആണ്, എന്നിട്ട് നിന്നെ കൊണ്ടല്ലേ ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കാണിച്ചു തരുന്നത് their ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ശകുന്തളാസ് ലവ് ഫോർ ദ ട്രീസ്. അവർ തമ്മിൽ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ. അതിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട്. മറ്റൊന്ന് ശകുന്തളയ്ക്ക് മരങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചും കാണിച്ചു തരുന്നു.
രണ്ടാമത്തെ ഡയലോഗ്, ഓ ശകുന്തള, ഹിയർ ഈസ് ദ ജാസ്മിൻ വൈൻ ദാറ്റ് യു നെയിംഡ് ലൈറ്റ് ഓഫ് ദ ഗ്രോവ്. ഷി ഹാസ് ചോസൻ ദ മാംഗോ ട്രീ ആസ് ഹെർ ഹസ്ബൻഡ്. ഇവിടെ മുല്ലവള്ളിയും മാവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് ഈ ഡയലോഗ്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? സിംബലൈസിങ് ലവ് ആൻഡ് ഹിൻറ്റിങ് അറ്റ് ശകുന്തളാസ് ഫ്യൂച്ചർ വിത്ത് കിങ് ദുഷ്യന്ത. ഇവിടെ ലവ് ആണ് സൂചിപ്പിക്കുന്നത്, കൂടാതെ ശകുന്തളയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇവിടെ നൽകുന്നു. അടുത്തത് പ്രിയംവദയുടെ ഡയലോഗാണ്. നൗ ലെറ്റ് സ്പ്രിങ്കിൾ ദോസ് ഹൂസ് ഫ്ലവറിംഗ് ടൈം ഈസ് പാസ്റ്റ്. പൂക്കാനുള്ള സമയം കഴിഞ്ഞു നിൽക്കുന്ന ചെടികൾക്ക് നമുക്കിപ്പോൾ വെള്ളം കൊടുക്കാം. ദാറ്റ് വിൽ ബി എ ബെറ്റർ ഡീഡ്. അതൊരു നല്ല പ്രവൃത്തിയായിരിക്കും. ബിക്കോസ് വി ഷാൽ നോട്ട് ബി വർക്കിംഗ് ഫോർ എ റിവാർഡ്. കാരണം നമ്മളിവിടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പണിയെടുക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതുവഴി സൂചിപ്പിക്കുന്നത് ഷോയിങ് കെയർ ഫോർ നേച്ചർ വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രകൃതിയോട് കാണിക്കുന്ന സ്നേഹമാണ് കാണിക്കുന്നത്. അടുത്തത് നമുക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഡയലോഗാണ് എഴുതേണ്ടത്. ശകുന്തള ലുക്കിംഗ് ലൈക്ക് എ ജാസ്മിൻ വൈൻ. വെൻ ഐ സീ യു ദേർ ഇറ്റ് ലുക്സ് ആസ് ഇഫ് എ വൈൻ വർക്ക് ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ. കുറച്ചു മുന്നേ നീ അവിടെ നിന്ന സമയത്ത് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മാവിലേക്ക് പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടി പോലെ മനോഹരമായി എനിക്ക് തോന്നിയെന്ന് പ്രിയംവദ പറയുന്ന ആ ഡയലോഗാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കിങ് ദുഷ്യന്ത ഇസ് എ ഫിയർലെസ് വാരിയർ. ഭയമില്ലാത്ത ഒരു യോദ്ധാവ് തന്നെയാണ് ആര്? കിങ് ദുഷ്യന്ത. ഹി ഹാസ് മെനി അതർ ക്വാളിറ്റീസ് ടു. അതല്ലാതെ മറ്റു ക്വാളിറ്റീസും ഉണ്ട് അദ്ദേഹത്തിന്. ലിസ്റ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ പ്ലേ ദാറ്റ് റിവീൽ ഹിസ് ട്രെയ്റ്റ്സ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ പഠിച്ച പ്ലേയിൽ നിന്നും ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം അപ്പോൾ കാണിക്കുന്ന സ്വഭാവ ഗുണം എഴുതുക എന്നുള്ളതാണ്. ഇൻസ്റ്റൻസും ക്യാരക്ടറും തന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. ചിലപ്പോൾ ഇൻസ്റ്റൻസസ് മാത്രം, ക്യാരക്ടർ നമ്മൾ എഴുതണം. രണ്ടും എഴുതാനും ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാം. ആദ്യത്തേത്, ആൻഡ് ഈവൻ നൗ ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ്. ആ മാനിനെ വേട്ടയാടുന്ന സമയത്തും അദ്ദേഹം എന്താണ്? ആ മാനിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതായി കാണാം അല്ലേ? അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ്സ് ബ്യൂട്ടി. ഭംഗി അല്ലെങ്കിൽ മനോഹാരിതയെ അദ്ദേഹം അഭിനന്ദിക്കുന്നതായി കാണാം. രണ്ടാമത്തേത് നമുക്ക് ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. പ്ലേയിലെ ക്യാരക്ടറാണ് എഴുതേണ്ടത്. ദ പാത്ത് ഹി ടേക്സ് യു സ്ട്യൂഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാഫ് ച്യൂഡ്. ആ മാൻ ഓടുന്ന വഴി നിറയെ പുല്ലിൻ്റെ കഷ്ണങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലേ. പുല്ല് ചവച്ചുകൊണ്ടിരുന്ന ആ മാൻ അവിടെയെല്ലാം പുല്ലിൻ്റെ കഷ്ണങ്ങൾ വിതറി ഇരിക്കുന്നത് പോലെയാണ് ഉള്ളത് ആ ഒരു പാത. ആ ഒരു ഡയലോഗിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എന്ത് ക്യാരക്ടറാണ് വ്യക്തമാവുന്നത്? കീൻ ഒബ്സർവർ ആണെന്ന് പറയാം. എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട്, വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. അടുത്തത് ഹ്യൂമിലിറ്റി, എളിമ. അദ്ദേഹത്തിൻ്റെ എളിമ സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ഏതാണ്? വൺ ഷുഡ് വിയർ മോഡസ്റ്റ് ഗാർമെന്റ്സ് ഓൺ എൻട്രിങ് എ ഹെർമിറ്റേജ്, ടേക്സ് ഹിസ് ജുവൽസ് ആൻഡ് ബോ. അത് അദ്ദേഹത്തിൻ്റെ എളിമ കാണിക്കുകയാണ് അല്ലേ. ആ ഒരു ഹെർമിറ്റേജിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൗഢി കാണിക്കുന്ന എല്ലാ ആഭരണങ്ങളും അദ്ദേഹം അഴിച്ചു വെക്കുന്നുണ്ട്. കൂടാതെ ശക്തി കാണിക്കുന്ന വെപ്പൺസും അദ്ദേഹം മാറ്റി വെക്കുന്നുണ്ട്. ഇതുവഴി അദ്ദേഹത്തിൻ്റെ എളിമയാണ് അവിടെ വ്യക്തമാവുന്നത്. അടുത്തത്, ഡു യു നോട്ട് സീ വൈ ഹിയർ ആർ റൈസ് ഗ്രെയിൻസ് ഡ്രോപ്പ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ് beneath the trees and pounding stones with sticks, a little almond oil and trustful deer that do not run away as we draw near. അദ്ദേഹം ആ ആശ്രമത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ച് പറയുന്ന ഡയലോഗ്സ് ആണ് ഇതല്ലേ. ഇത് വെച്ച് അദ്ദേഹത്തിൻ്റെ എന്ത് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം? അദ്ദേഹം ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാം അല്ലേ. കാരണം എന്താ? അവിടുത്തെ ഓരോ ക്ലൂസും കണ്ട് മനസ്സിലാക്കി ഏതാണ് ആ സ്ഥലമെന്ന് അദ്ദേഹത്തിന് വേഗം തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയലോഗ്സും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ട്രൈറ്റ്സും എഴുതണം. ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ, ഹെർ ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അല്ലേ. തോഴി പറഞ്ഞത് ഫ്ലാറ്ററി ആണെങ്കിൽ പോലും ആ പറഞ്ഞത് ശരിയാണ്. അവളുടെ കരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തളിരു പോലെയും ചുണ്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിരിഞ്ഞ പൂമുട്ട് പോലെയും എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതുവഴി അദ്ദേഹം റൊമാൻറ്റിക് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ പോയറ്റിക് ആണ് എന്ന് പറയാം. മറ്റൊരു ഡയലോഗാണ്, വെൽ ഐ വിൽ സീ ഹെർ, ഷീ വിൽ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു ദ സേജ്. അവിടെ കണ്വ മഹർഷി ഇല്ല എന്ന് അറിഞ്ഞിട്ടും ആശ്രമത്തിലേക്ക് പോകാനും ശകുന്തള വഴി തനിക്ക് ആശ്രമത്തോടുള്ള ബഹുമാനം അദ്ദേഹത്തെ അറിയിക്കാനും ആര് പ്ലാൻ ചെയ്യുന്നുണ്ട്? ദുഷ്യന്ത. ഇതുവഴി അദ്ദേഹം സ്ട്രാറ്റജിക് ആണ് എന്ന് പറയാം. ഓരോ മൂവ്മെൻറ്റും പ്ലാൻ ചെയ്ത് വ്യക്തമായ ഗോൾ വെച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് ഇതുവഴി വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജിക് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ഇവിടെ കാണാനായി കഴിയുന്നത്. അങ്ങനെ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ സെക്കൻഡ് ആക്ടിവിറ്റി തീരുന്നില്ല. നൗ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കിങ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടി പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. King Dushyanta is a noble and intelligent king who is both strong and sensitive. നോബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കുലീനനായ,
അപ്പോൾ നമ്മുടെ രാജാവ് കുലീനനായ ഇൻ്റലിജൻ്റ് ആയ ഒരു രാജാവാണ്. അദ്ദേഹം സ്ട്രോങ്ങുമാണ്, സെൻസിറ്റീവുമാണ്. കാര്യങ്ങൾ വേഗം തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഹീ ഈസ് നോട്ട് ഓൺലി പവർഫുൾ ബട്ട് ഓൾസോ പോയറ്റിക് ആൻഡ് ഒബ്സർവൻറ്റ്. അദ്ദേഹം ശക്തൻ മാത്രമല്ല, സെയിം ടൈം നമ്മൾ പറഞ്ഞല്ലേ റൊമാൻറ്റിക് ആണ്, പോയറ്റിക് ആണ്, കൂടാതെ ഒബ്സർവൻ്റ് ആണ്. കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഡ്യൂറിങ് എ ഫാസ്റ്റ് ചേസ് വൈൽ ഹണ്ടിങ് ഹി നോട്ടീസസ് ദ ബ്യൂട്ടി ഓഫ് എ ഡീർ ഷോയിങ് ഹിസ് ലവ് ഫോർ നേച്ചർ. ശരിയാണ്, അദ്ദേഹം ഒരു മാനിനെ വേട്ടയാടുകയായിരുന്നു, എങ്കിൽ പോലും ആ നിമിഷത്തിലും ആ മാനിൻ്റെ ഭംഗി അദ്ദേഹം ആസ്വദിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ നേച്ചറിനോടുള്ള സ്നേഹം കാണിച്ചു തരുന്നു. He can understand the nature of the holy hermitage just by observing small details like rice grains dropped by birds, pounding stones and calm deer. അദ്ദേഹത്തിന് വേഗം തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. അദ്ദേഹം നന്നായി നിരീക്ഷിക്കുന്ന, ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി തന്നെ അദ്ദേഹം എന്ത് കണ്ടെത്തി, അതാണ് ആശ്രമം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷിയുടെ ചുണ്ടിൽ നിന്നും വീണ് കിടക്കുന്ന അരിമണികൾ വഴി, ഇടിക്കുന്ന കല്ലുകൾ കണ്ടുകൊണ്ട്, ശാന്തമായി നിൽക്കുന്ന മാനിനെയൊക്കെ ഒബ്സർവ് ചെയ്താണ് അദ്ദേഹം അത് കണ്ടെത്തുന്നത്. ഓൾദോ ഹീസ് എ ഹണ്ടർ, അദ്ദേഹം ഒരു നായാട്ടാണ് അവിടെ നടത്തിയത്, എങ്കിൽ പോലും ദുഷ്യന്ത റെസ്പെക്ട്സ് ധർമ്മ ആൻഡ് റൂൾസ് ഓഫ് ദ ഹെർമിറ്റേജ്. സന്യാസികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ വേഗം തന്നെ മനസ്സ് മാറ്റുകയും എല്ലാവരെയും, ഹെർമിറ്റേജിനെയും ഹെർമിറ്റ്സിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. When warned by the hermits, he quickly stops his chariot and puts away his arrow, showing that he values റൈറ്റ്യസ്നെസ് അബവ് ഹിസ് ഓൺ ഡിസയേഴ്സ്. ആ സന്യാസികൾ അദ്ദേഹത്തെ വോൺ ചെയ്തപ്പോൾ തന്നെ, അദ്ദേഹം ഒരു രാജാവാണ് അല്ലേ, എന്നിട്ട് പോലും എത്രയും പെട്ടെന്ന് ആ രഥം നിർത്തുകയും മാനിനെ വെറുതെ വിടുകയും ആയുധങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തു. ഇതിൽ വഴി നേര്, റൈറ്റ്യസ്നെസ്സിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. He shows humility by removing his jewels and bow before entering the grove, which earns him respect ആസ് ആൻ ഐഡിയൽ കിങ്. സത്യത്തിൽ ഐഡിയൽ കിങ്, അദ്ദേഹം ഒരു പെർഫെക്റ്റ് കിങ് ആണെന്ന് പറയാം. കാരണം ആ ആശ്രമത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം ഹ്യൂമിലിറ്റി, എളിമ കാണിക്കുന്നു. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ, ജുവൽസ് എല്ലാം മാറ്റിവെക്കുന്നു. ആയുധങ്ങൾ, ബോ, അതും മാറ്റിവെക്കുന്നുണ്ട് അല്ലേ. അത് ആ ആശ്രമത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് തന്നെയാണ്. ദുഷ്യന്ത ഈസ് ഓൾസോ റൊമാൻറ്റിക് ആൻഡ് ക്ലെവർ. ബുദ്ധിമാനാണ്, റൊമാൻറ്റിക്കുമാണ്. ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ശകുന്തള അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ശകുന്തളയോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നുന്നുണ്ട്. ആൻഡ് പ്രൈസസ് ഹെർ ബ്യൂട്ടി ഇൻ പോയറ്റിക് വേർഡ്സ്. കൂടാതെ ശകുന്തളയെ വർണ്ണിക്കുന്നല്ലേ ഒരു പോയറ്റിക് വേർഡ്സ്, കവിത പോലെയാണ് വർണ്ണിക്കുന്നത്. ഇൻ കൺക്ലൂഷൻ, കിങ് ദുഷ്യന്ത ഈസ് ബ്രേവ്. അപ്പോൾ നമുക്ക് അവസാനം എന്ത് പറയാനായിട്ട് കഴിയും? ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവ് ബ്രേവ്, ബുദ്ധിമാനാണ്, റെസ്പെക്ട്ഫുൾ, ബഹുമാനിക്കുന്നവനാണ്, സെൻസിറ്റീവ്, കാര്യങ്ങളോട് വേഗം പ്രതികരിക്കുന്നവനാണ്, ആൻഡ് ഇൻ്റലിജൻറ്റ്. ഹീ ക്യാൻ ബി എ പവർഫുൾ ഹണ്ടർ. ശക്തനായ ഒരു നായാട്ട് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും. ആ ഹംബിൾ ഗസ്റ്റ്, വളരെ താഴ്ന്നു നിൽക്കുന്ന, എല്ലാവരോടും എളിമ കാണിക്കുന്ന ഒരു ഗസ്റ്റുമാണ് അദ്ദേഹം. ആൻഡ് എ ലവിങ് അഡ്മയറർ, ബ്യൂട്ടി ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. ഷോയിങ് ദ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സ്ട്രെങ്ത്, വിർച്യു ആൻഡ് ചാം. അപ്പോൾ എല്ലാം ഒരു പെർഫെക്റ്റ് ബാലൻസിലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാം. സ്ട്രെങ്ത്, ശക്തിക്ക് ശക്തി, മൂല്യങ്ങളുണ്ടോ അതുമുണ്ട്. വിർച്യു ആൻഡ് ചാം, ബ്യൂട്ടി ഉണ്ടോ, മനോഹാരിതയുണ്ടോ, റെസ്പെക്റ്റ് ഉണ്ടോ, അതുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ആര്? കിങ് ദുഷ്യന്ത. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് കൂടി എഴുതിയതോടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ആസ് പാർട്ട് ഓഫ് എ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. എന്താണ് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം? സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ, യൂണിവേഴ്സിറ്റിയിലെയൊക്കെ സ്റ്റുഡൻസിന് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ മറ്റൊരു കൺട്രി ആയിരിക്കാം, മറ്റൊരു സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കാം. കുറച്ച് പീരീഡ്, ഒരു സെർട്ടൈൻ പീരീഡ്, ചിലപ്പോൾ സമ്മർ പ്രോഗ്രാംസ് ഉണ്ടാവും, 4 to 8 വീക്സ് ഒക്കെയാണ് അതിൻ്റെ സമയം. അല്ലെങ്കിൽ വിൻ്റർ പ്രോഗ്രാംസ്, അതും 2 to 4 വീക്സ്, 1 to 3 months സമയമുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഡയറക്റ്റ്ലി പോയി അവരുടെ കൾച്ചർ മനസ്സിലാക്കി, അവിടെയുള്ള ആളുകളുടെ ജീവിതം നേരിട്ട് കണ്ടറിഞ്ഞ് പഠിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കാറ്. അപ്പം നമ്മളും ഒരു സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പാർട്ട് ആവുകയാണെന്ന് വിചാരിച്ചേ. യു എൻഗേജ് ഇൻ എ സെഷൻ ഓൺ തിയേറ്റർ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് 10 ലേണേഴ്സ് ഫ്രം യുവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്. അപ്പം മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡിലെ ആ കുട്ടികൾക്ക് നിങ്ങളൊരു സെഷൻ, ഒരു ക്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ നാടകമാണ് ടോപ്പിക്, തിയേറ്റർ ആണ് ടോപ്പിക്. പ്രിപ്പയർ ആൻ ഇൻട്രൊഡക്ഷൻ ടു ശകുന്തളം ഫോർ ദെയർ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ നാടകത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ശാകുന്തളമാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. യു മേ ഹൈലൈറ്റ് ദ തിയേറ്ററിക്കൽ ടെക്നിക്സ്, the setting,
ക്യാരക്ടേഴ്സ് ആൻഡ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കണം. നമ്മൾ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ടെക്നിക്കുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിലെ ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എങ്ങനെയാണ് ഓരോ സീൻ കഴിയുമ്പോൾ മറ്റൊരു സീൻ കടന്നു വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാം. ഹലോ എവ്രി വൺ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, എല്ലാവരെയും ഒന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ട്. ടുഡേ വി ആർ ലുക്കിംഗ് അറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സാൻസ്ക്രിറ്റ് പ്ലേസ്. വളരെ ഫേമസ് ആയ ഒരു സംസ്കൃത നാടകമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അഭിജ്ഞാന ശാകുന്തളം ബൈ കാളിദാസ. അതിലെ ആക്ട് 1 വെച്ചാൽ തുടങ്ങുന്നത്. ആക്ട് 1, ദ ഹൺ ഗീവ്സ് എസ് എ ഗ്ലിംസ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ. ആക്ട് 1 തുടങ്ങുമ്പോൾ തന്നെ ഒരു സത്യത്തിലൊരു ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ തിയേറ്ററിക്കൽ ടെക്നിക്കാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിൽ അല്ലെങ്കിൽ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ടെക്നിക്സ്. ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പ്ലേസ് യൂസ് സിമ്പിൾ മെത്തേഡ്സ് ടു കീപ് ദ ഓഡിയൻസ് എൻഗേജ്ഡ്. ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് സിമ്പിൾ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാണ് ഡയലോഗ് ആൻഡ് വേർഡ്സ്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ, വെറും ഡയലോഗുകൾ, സാധാരണ നമ്മൾ പറയുന്ന കാഷ്വൽ ഡയലോഗ്സ് മാത്രമല്ല അല്ലേ, ഒരു പദ്യവും ഇതിൽ കാണാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും ഒരു പോയം പോലെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. The play has normal dialogue and poetic verses. നോർമലായ ഡയലോഗ്സും ഉണ്ട്, കവിതയുടെ വരികൾ പോലെയുള്ള പോയറ്റിക് വേഴ്സസും ഉണ്ട്. ആക്ഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ബ്രീഫ്ലി. ഞാൻ പറഞ്ഞിരുന്നു, അവർ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ഷൻസും അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ദ കിങ് ബോയിങ് ലോ. അദ്ദേഹം തല കുനിച്ചുകൊണ്ട് എന്ന് അവിടെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ബോയിങ് ലോ, എന്താണ് രാജാവ് അവിടെ ചെയ്യുന്ന ആക്ഷൻ എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. അത് പല പ്രാവശ്യം ഈ ഒരു ആക്റ്റിൽ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആളെ കാണില്ല, ശബ്ദം മാത്രം ആദ്യം. ഇമ്പോർട്ടൻറ്റ് വാർണിങ്സ് ലൈക്ക് ദ ഹെർമിറ്റ്സ്. അവിടെ സന്യാസികൾ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ ഹെർമിറ്റ്സിനെ കാണിക്കുന്നില്ല, വാർണിംഗ് മാത്രം, ശബ്ദം മാത്രമാണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആർ സംടൈംസ് സ്പോക്കൺ ഓഫ് സ്റ്റേജ്. ഓഫ് സ്റ്റേജ് ആണ് അത്തരം കാര്യങ്ങൾ പറയുക. വിച്ച് ക്രിയേറ്റ്സ് ടെൻഷൻ ആൻഡ് മൂവ്സ് ദ സ്റ്റോറി ഫോർവേഡ്. അപ്പോൾ പെട്ടെന്ന് അതൊരു ട്വിസ്റ്റാണ്, എവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, അങ്ങനെ കഥ മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു ടെക്നിക്കും യൂസ് ചെയ്യാറുണ്ട് ഇന്ത്യൻ ഡ്രാമകളിൽ. രണ്ടാമത്തേതാണ് ദ സെറ്റിംഗ്. ഫ്രം ഹണ്ട് ടു ഹെർമിറ്റേജ്. ആദ്യം ഒരു നായാട്ടിൽ തുടങ്ങി പെട്ടെന്ന് മുഴുവൻ സെറ്റിംഗ് മാറുവാണ്, ശാന്തമായൊരു ആശ്രമമാണ് പിന്നീട് വരുന്നത് അല്ലേ. ദ പ്ലേ മൂവ്സ് ഫ്രം ദ വൈൽഡ് ഫോറസ്റ്റ് ടു എ പീസ്ഫുൾ ഹെർമിറ്റേജ്. വൈൽഡായ ഒരു കാട്ടിൽ നിന്നും മാറുന്നതോ വളരെ ശാന്തമായ ഒരു ആശ്രമത്തിലേക്ക്. ദ ഹണ്ട്, നായാട്ട്. It begins with King Dushyanta chasing a deer, showing his active, worldly and strong nature. ആദ്യം കാണിക്കുന്ന നായാട്ടാണ്. ഒരു മാനിനെ ഇദ്ദേഹം വേട്ടയാടുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയ നേച്ചറിനെ, ആക്റ്റീവ്നെസ്സിനെ ഒക്കെ കാണിച്ചു തരുന്നു. ദ ഹെർമിറ്റേജ്, പിന്നീട് വരുന്നത് ആശ്രമമാണ്. സൂൺ ഹി റീച്ചസ് എ ഹോളി ഗ്രോവ്. പിന്നീട് അദ്ദേഹം വിശുദ്ധമായ ഒരു വനത്തിൽ എത്തിച്ചേരുന്നു. ഹി നോട്ടീസസ് സ്മോൾ സൈൻസ് ഓഫ് പീസ്. അവിടെ അദ്ദേഹം എന്താണ്, ശാന്തതയുടെ സിമ്പിൾസ് അല്ലെങ്കിൽ സൈൻസ് ആണ് കണ്ടെത്തുന്നത്. ലൈക്ക് റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ബൈ ബേർഡ്സ് ആൻഡ് കാം ഡിയർ. വീണ് കിടക്കുന്ന അരിമണികൾ, പക്ഷിയുടെ ചുണ്ടിൽ നിന്ന് വീണ് കിടക്കുന്ന അരിമണികൾ, ശാന്തമായി നിൽക്കുന്ന മാനുകൾ. ഷോയിങ് ദ ഹെർമിറ്റേജ് ഈസ് എ പ്ലേസ് ഓഫ് വിർച്യു ആൻഡ് കാം. അങ്ങനെ ഇവയൊക്കെ ശാന്തത കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ക്യാരക്ടേഴ്സും ഈവൻസും. കിങ് ദുഷ്യന്ത ആണ് മെയിനായ ഒരു ക്യാരക്ടർ അല്ലേ. ഹി സ്റ്റാർട്ട്സ് എസ് എ ഹണ്ടർ ബട്ട് ക്വിക്ലി ഷോസ് ഹീസ് റൈച്ചസ്. ആദ്യം അദ്ദേഹം വളരെ ശക്തനായ ഒരു ഹണ്ടറായിട്ടാണ് വരുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരിയായ മുഖം കൂടി കാണിച്ചു തരുന്നുണ്ട്. ഹി സ്റ്റോപ്സ് ഹണ്ടിങ് വെൻ വാണ്ട്. പറയുന്ന സമയത്ത് വാർണിംഗ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഹണ്ടിങ് നിർത്തുന്നു. റിമൂവ് ഹിസ് ജുവൽസ് ആൻഡ് ബോത്ത് ടു ഷോ ഹ്യൂമിലിറ്റി. ആഭരണങ്ങളും ആയുധവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിനയം അവിടെ കാണിക്കുന്നു. ആൻഡ് ഏൺസ് പ്രൈസ് ആസ് ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്. രാജാക്കന്മാരിൽ തന്നെ തിളങ്ങുന്ന ഒരു ഉദാഹരണമാണ് താങ്കൾ എന്ന ഒരു കോംപ്ലിമെൻ്റ് അദ്ദേഹം നേടിയെടുക്കുന്നു. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ്, ക്യാരക്ടർ ഷിഫ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഹണ്ടറിൽ നിന്നും ഇങ്ങനെ ഒരു പ്രൈസിലേക്ക്, ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റിലേക്കുള്ള ഷിഫ്റ്റ് കാണാം, മാറ്റം കാണാം. മറ്റൊന്നാണ് ശകുന്തള, ദ ഫോസ്റ്റർ ഡോട്ടർ ഓഫ് സേജ് കണ്വ. കണ്വ മഹർഷിയുടെ ദത്തുപുത്രി. ശകുന്തള ഈസ് പ്യുവർ ആൻഡ് ലവ്സ് നേച്ചർ. അവൾ വളരെ വിശുദ്ധയാണ്, കൂടാതെ പ്രകൃതിയെ സ്നേഹിക്കുന്നവളാണ്. ഷീ ട്രീറ്റ്സ് ദ ഹെർമിറ്റേജ് ട്രീസ് ആസ് ഹെർ സിസ്റ്റേഴ്സ് ആൻഡ് വാട്ടേഴ്സ് ദം സെൽഫ്ലെസ്ലി. ഒരു സെൽഫിഷ്നെസ്സും ഇല്ലാതെ അവിടുത്തെ എല്ലാ ചെടികളെയും സഹോദരിമാരെ പോലെ കണ്ട എല്ലാ മരങ്ങൾക്കും അവൾ വെള്ളമൊഴിക്കുന്നു. ദ ആക്ട് എൻഡ്സ് പ്ലേഫുള്ളി വെൻ എ ബീ ബോദേഴ്സ് ഹെർ. ഇവിടെ ഈ ഒരു ആക്ടിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് അവസാനിക്കുന്നത് കുറച്ച് വണ്ടുകൾ ശകുന്തളയെ ശല്യം ചെയ്യുന്നത് പോലെയാണ് അല്ലേ. ആൻഡ് ഹെർ ഫ്രണ്ട്സ് സേ,
കൂട്ടുകാരികൾ എന്ത് പറയുന്നു? കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത, ഹീസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രോവ്. ആരെ വിളിക്കൂ? ദുഷ്യന്തനെ വിളിക്കൂ, അദ്ദേഹമാണ് ഈ ഉദ്യാനത്തിന്റെ സംരക്ഷകൻ എന്ന് കളിയായി പറയുന്നു. സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ്. അങ്ങനെ ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു സീനിനു വേണ്ടിയുള്ള റെഡിയാവലായിരുന്നു ആ നടക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ശാകുന്തളം എന്ന് പറയുന്ന പ്ലേക്ക് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ. അതോടെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Inspired by the blissful coexistence with nature displayed by the characters in the play Shakuntalam, a group of nature lovers set up an ecotourism project. ഈ ഒരു നാടകത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അത്ര ഇണങ്ങിയാണല്ലേ ജീവിക്കുന്നത്. അതിൽ നിന്നും ഇൻസ്പയർ ആയ കുറച്ച് പ്രകൃതി സ്നേഹികൾ ഒരു എക്കോ ടൂറിസം പ്രൊജക്റ്റ് തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. എന്താണ് ശരിക്കും എക്കോ ടൂറിസം പ്രൊജക്റ്റ്? പ്രകൃതി സംരക്ഷണം തന്നെ, എന്നാൽ ആളുകൾ എത്തുന്നു, പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നു. അതുവഴി നമുക്ക് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അല്ലേ. അവിടെ തന്നെ താമസിക്കുന്ന ആളുകൾക്ക് ജോബ് കിട്ടും, സർവീസ് കിട്ടും. സെയിം ടൈം നമ്മൾ നേച്ചറിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ഇല്ല. എഡ്യൂക്കേഷണൽ പേർപ്പസിന് ആളുകൾക്ക് വരാം, പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം, കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യാം, ആ ഒരു പീസ് അനുഭവിക്കാം, എന്നാൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ. അപ്പോൾ മെനി ടൂറിസ്റ്റ് വിസിറ്റ് ദ എക്കോ ടൂറിസം പ്രോജക്ട്. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ എന്ത് ചെയ്തു? ഈ എക്കോ ടൂറിസ്റ്റ് പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യാനായി എത്തുന്നു. സർട്ടൻ ഗൈഡ് ലൈൻസ് ആർ ടു ബി ഡിസ്പ്ലേഡ് അറ്റ് ദ എൻട്രൻസ് ടു ദ സൈറ്റ്. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് കയറുന്ന എൻട്രൻസിൽ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങൾ വെക്കണം അല്ലേ. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കാരണവശാലും എൻവയൺമെൻറ്റിന് അല്ലെങ്കിൽ നേച്ചറിന് ദോഷം വരുത്താനായിട്ട് പാടില്ല. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫ്രെയിം ദ ഗൈഡ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ എൻട്രൻസിൽ വെക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറയുന്നത്. അതിലൊന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഡോണ്ട് ലിറ്റർ ദ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചപ്പ് ചവറകളൊന്നും എവിടെ ഇടാൻ പാടില്ല, ആ സ്ഥലം വൃത്തികേടാക്കരുത്. മറ്റൊന്ന് നമുക്ക് എഴുതാം, ഡു നോട്ട് ഡിസ്റ്റർബ് വൈൽഡ് ലൈഫ്. അവിടെയുള്ള മൃഗങ്ങളെ ഒന്നും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭക്ഷണങ്ങളൊന്നും അവർക്ക് കൊടുക്കരുത്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഓൺലി ഇൻ ദ ബിൻസ് പ്രൊവൈഡഡ്. അവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബിൻസ് വെച്ചിട്ടുണ്ടാവും, അതിൽ മാത്രം വേസ്റ്റ് ഇടുക. മറ്റൊന്ന്, യൂസ് ഡെസിഗ്നേറ്റഡ് പാത്സ്. കറക്റ്റായ വഴി ഉണ്ടാവും, ഇതിലെ കൂടെയാണ് നടന്നു പോകേണ്ടത് എന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവും, ആ വഴി മാത്രം പോവുക. കീപ് നോയ്സ് ടു എ മിനിമം. അധികം അല്ലെ ഒച്ചപ്പാടും ശബ്ദവും ഒന്നും ഉണ്ടാക്കി നാച്ചുറൽ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ശബ്ദം കുറയ്ക്കുക. അപ്പോൾ ഇത്തരം ഗൈഡ് ലൈൻസുകൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതിൽ സെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. എൻട്രീസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ കോണ്ടന്റ് ഓഫ് എ ബ്ലോഗ് ഓൺ യുവർ ഇക്കോ ടൂറിസം പ്രോജക്റ്റ്. അപ്പോൾ ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തുടങ്ങി, അപ്പോൾ അതിനെക്കുറിച്ചൊരു ബ്ലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡെവലപ്പ് ദ കോണ്ടന്റ് ഫോർ ദ ബ്ലോഗ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബ്ലോഗിന് വേണ്ട കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് എഴുതാൻ. എന്താ സത്യത്തിൽ ഒരു ബ്ലോഗ്? എ ബ്ലോഗ് ഈസ് എ വെബ്സൈറ്റ് ഓർ എ വെബ് പേജ് മെയിൻറ്റെയിൻഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ദ കോണ്ടന്റ് ഈസ് യൂഷ്വലി ഇൻഫോർമൽ ആൻഡ് അപ്ഡേറ്റഡ് റെഗുലർലി. ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു വെബ്സൈറ്റ് തന്നെയാണ്, പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യണം റെഗുലർലി. ആളുകൾ ആ ഒരു പേജ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നു അല്ലേ. അത് ഒരാൾക്ക് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടും ചെയ്യാം കേട്ടോ. വീഡിയോ വരുമ്പോൾ അത് വ്ളോഗാണ്, സെയിം ടൈം റിട്ടൺ ഡോക്യുമെൻ്റ്, റിട്ടൺ ഫോമിലാണെങ്കിൽ അത് ബ്ലോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോഗിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്? ഇവിടെ ഓൾറെഡി 4 തന്നിട്ടുണ്ട്. അൻ അട്രാക്റ്റീവ് ടെംപ്ലേറ്റ്, നല്ലൊരു ഫോർമാറ്റിലായിരിക്കണം അതുണ്ടാവേണ്ടത്. കോജന്റ് പ്രസൻറ്റേഷൻ ഓഫ് ദ കോണ്ടന്റ്. കോജന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, കോണ്ടന്റ് നല്ല ക്ലിയർ ആയിരിക്കണം അല്ലേ. ഈസി നാവിഗേഷൻ. ഈസി നാവിഗേഷൻ എന്ന് പറയുമ്പോൾ ആ ബ്ലോഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ വളരെ ഈസി ആയിരിക്കണം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. സ്പേസ് ഫോർ കോമൻറ്റ്സ്. ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സജഷനോ ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി 2 ഫീച്ചേഴ്സ് നമ്മൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലൊന്ന് നമുക്ക് എഴുതാം, മൊബൈൽ ഫ്രണ്ട്ലി ഡിസൈൻ ആയിരിക്കണം. ഇപ്പോൾ എല്ലാ ആളുകളും കമ്പ്യൂട്ടറിൽ തന്നെ വ്ളോഗ് വാച്ച് ചെയ്യണം എന്നില്ല അല്ലേ. അപ്പോൾ മൊബൈലിനും കൂടി പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഫാസ്റ്റ് ലോഡിങ് സ്പീഡ്. ബ്ലോഗിലെ എല്ലാ കോണ്ടന്റും പെട്ടെന്ന് തന്നെ ലോഡായി വരണം. ആർക്കും ഇപ്പോൾ അത് എടുത്തിട്ട് കുറേ സമയം അതൊന്ന് വെയിറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വേഗം ഫാസ്റ്റ് ലോഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നൗ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡെവലപ്പ് ദ കോണ്ടന്റ് ഓഫ് ദ ബ്ലോഗ് ഓൺ ദ എക്കോ ടൂറിസം പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോണ്ടന്റ് ഒക്കെ കിട്ടി, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബ്ലോഗിനൊരു പേര് കൊടുക്കാം. അത് ഓൾറെഡി വുഡ്ലാൻഡ് വണ്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എഴുതേണ്ടത് ഇത് ആരാണ്? ബൈ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതാം ബൈ. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് നേച്ചർ ലവേഴ്സാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പിൻ്റെ പേര് തന്നെ കൊടുക്കാം, ബൈ വുഡ്ലാൻഡ് വണ്ടേഴ്സ് ടീം. അതിനുശേഷം ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്ലോഗ് എഴുതി തുടങ്ങാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, ബ്ലോഗ് എഴുതി തുടങ്ങാം, ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഈ ബ്ലോഗ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്പയർഡ് ബൈ സേജ് കൺവാസ് ഹെർമിറ്റേജ്, വി ബിലീവ് ഇൻ ട്രീറ്റിംഗ് നേച്ചർ ലൈക്ക് ഫാമിലി
നോട്ട് ജസ്റ്റ് യൂസിങ് ഇറ്റ് ആസ് എ റിസോഴ്സ്. അപ്പോൾ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. അപ്പോൾ ഇവരെ ഞങ്ങളുടെ കുടുംബം പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ വെറും ഒരു വസ്തു പോലെയല്ല. ദിസ് ബ്ലോഗ് ഷോസ് ഹൗ സിമ്പിൾ കെയറിങ് ആക്ഷൻസ് ക്യാൻ ക്രിയേറ്റ് ഹാർമണി വിത്ത് ദ വേൾഡ് അറൗണ്ട് അസ്. ഈ ഒരു ബ്ലോഗിന് ഇൻട്രൊഡക്ഷൻ ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ബ്ലോഗിൽ എന്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഈ ബ്ലോഗിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ബ്ലോഗ് കാണിച്ചു തരുന്നു സിമ്പിളായ ചെറിയ ചെറിയ ആക്ഷൻസ് വഴി കൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിനോട് ഐക്യത്തിൽ ഹാർമണിയിൽ ജീവിക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ, ദ ട്രസ്റ്റിംഗ് ഹാർട്ട് അവർ ഫിയർലെസ് ഡിയർ. വിശ്വസിക്കുന്ന ഹൃദയങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ഡിയർ ഡു നോട്ട് റൺ അവേ വെൻ പീപ്പിൾ കം നിയർ. ഞങ്ങൾ ഇവിടെ വളർത്തുന്ന മാനുകൾ നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഓടിപ്പോവില്ല. This shows what happens when human acts as protectors of nature instead of hunters. അപ്പോൾ ഇതിൽ നിന്നും ഞങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ ഹണ്ടേഴ്സിൽ നിന്നും പ്രൊട്ടക്ടേഴ്സ് ആയി മാറുമ്പോൾ എങ്ങനെയാണ് നേച്ചറും മാറുന്നത് എന്നാണ്. ട്രസ്റ്റ് ആൻഡ് കെയർ മേക്സ് ഓൾ ദ ഡിഫറൻസ്. വിശ്വാസവും കെയറുമാണ് എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നത്. സെക്ഷൻ 2 നമുക്ക് എഴുതാം, സിസ്റ്റർലി അഫെക്ഷൻ, ദ ട്രീസ് ആർ ഫാമിലി. ലൈക്ക് ശകുന്തളയെ പോലെ വി ട്രീറ്റ് അവർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് as ഫാമിലി. ഇവിടുത്തെ ചെടികളും മരങ്ങളുമൊക്കെ ഞങ്ങളുടെ കുടുംബമാണ്. സിമ്പിൾ ആക്ഷൻസ് ഓഫ് കെയർ ലൈക്ക് വാട്ടറിങ് എ പ്ലാന്റ് ഓർ ടെൻഡിങ് ടു ഇറ്റ് ആർ വാല്യുബിൾ ഈവൻ വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ ചെടികളെയും മരങ്ങളെയും നമ്മൾക്ക് വെള്ളമൊഴിക്കാം, അവരെ ശുശ്രൂഷിക്കാം. അത് വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയും. സെക്ഷൻ 3 നമുക്ക് ബ്ലോഗിൻ്റെ എന്ത് എഴുതാം, വാട്ട് ദ കിങ് സോ. രാജാവ് എന്താണ് കണ്ടത് എന്നാണ് ഹെഡിങ്. അപ്പോൾ അതിലെന്താ ഉള്ളത് നോക്കാം. ലേൺ ടു നോട്ടീസ് സ്മോൾ ഡീറ്റെയിൽസ്. ഇവിടെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചേ. ജസ്റ്റ് ലൈക്ക് കിങ് ദുഷ്യന്തൻ ശ്രദ്ധിച്ചതുപോലെ. ക്യാൻ യു സ്പോട്ട് സൈൻസ് ഓഫ് ലൈഫ് ആൻഡ് പീസ്. നിങ്ങൾക്ക് ഇവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും എന്തെങ്കിലും സൂചനകൾ കണ്ടെത്താനായി കഴിയുന്നുണ്ടോ? അവസാനം കോൾ ടു ആക്ഷൻ, ജോയിൻ us ഇൻ പ്രാക്ടീസിങ് ഹ്യൂമിലിറ്റി ആൻഡ് കെയർ. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം കൂടാം ഇങ്ങനെ എളിമയും കെയറും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ. ടേക്ക് ഓഫ് യുവർ ജുവൽസ് ഓഫ് ലക്ഷറി ആൻഡ് വാക്ക് ജെന്റ്ലി ഓൺ ദ സേക്രഡ് എർത്ത്. നിങ്ങളുടെ ലക്ഷറിയുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റൂ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ നേച്ചറിനോടുള്ള എതിർപ്പും നേച്ചറിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും ഒക്കെ അഴിച്ചു മാറ്റൂ. എന്നിട്ടോ വാക്ക് ജെന്റ്ലി ഓൺ ദ സേക്രഡ് എർത്ത്, പരിശുദ്ധമായ ഭൂമിയിലേക്ക് നടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Given below is the image of the mango tree embraced by the jasmine vine. അപ്പോൾ ജാസ്മിൻ വൈൻ പടർന്ന് കയറിയിരിക്കുന്ന മാവിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. Pick the lines from the play that describe the scene. ഈ ഒരു സീൻ വിവരിക്കുന്ന വരികൾ ഈ നാടകത്തിൽ നിന്നും പ്ലേയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ശകുന്തള പറയുന്ന വരികളാണല്ലേ. വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്. എത്ര മനോഹരമായ ജോഡിയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ജാസ്മിൻ ഷോസ് ഹെർ യൂത്ത് ഇൻ ഹർ ഫ്രഷ് ഫ്ലവേഴ്സ്. ഫ്രഷ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ വഴി ജാസ്മിൻ അവളുടെ യൗവനം കാണിച്ചു തരുന്നു. ആൻഡ് ദ മാംഗോ ട്രീ ഷോസ് ഹിസ് സ്ട്രെങ്ത് ഇൻ ഹിസ് റൈപ്പനിങ് ഫ്രൂട്ട്. മാവിന്റെ പഴങ്ങൾ വഴി അവന്റെ ശക്തി കാണിച്ചു തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൗ പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇത് ശകുന്തളയുടെ വാക്കിലാണ് ശകുന്തള ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാക്യത്തിൽ ഇതിനൊരു വിവരണം എഴുതാനാണ് പറയുന്നത് ഈ ഒരു സീനിന്. അപ്പോൾ നമുക്കൊരു വിവരണം എഴുതാം, ഡിസ്ക്രിപ്ഷൻ എഴുതാം. ദ സീൻ വിത്ത് ദ ജാസ്മിൻ വൈൻ ആൻഡ് ദ മാംഗോ ട്രീ is a beautiful and symbolic moment in the hermitage. ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന ഒരു സിംബോളിക്, പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. കൂടാതെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സീൻ കൂടിയാണിത്. ഇറ്റ് ഷോസ് the girl's close connection with nature and also hints at Shakuntala's future. ഇത് ആ പെൺകുട്ടികൾക്ക് നേച്ചറിനോട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നും കാണിച്ചു തരുന്നു. മറ്റൊന്നെന്താണ്, ശകുന്തളയുടെ വിവാഹത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. The action starts with Shakuntala and her friends watering the plants. ഈ ഒരു ആക്ഷൻ ആരംഭിക്കുന്നത് ശകുന്തളയും അവളുടെ കൂട്ടുകാരികളും ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ വെള്ളം ഒഴിക്കുന്ന ഒരു സീനിൽ നിന്നാണ്. പ്രിയംവദ നോട്ടീസസ് ശകുന്തള സ്റ്റാൻഡിങ് നിയർ എ മാംഗോ ട്രീ ആൻഡ് സേസ് ഷി ലുക്സ് ലൈക്ക് എ വൈൻ ക്ലിങ്ങിങ് ടു ഇറ്റ്. പ്രിയംവദയാണ് ആദ്യമായിട്ട് ശകുന്തളയെ ഈ മാവിൻ്റെ അടുത്ത് നോട്ടീസ് ചെയ്യുകയും അവളെ കണ്ടാൽ ഒരു മുല്ലവള്ളിയെ പോലെ അല്ലെങ്കിൽ ഒരു വള്ളിച്ചെടി പോലെയുണ്ട്, അതുപോലെ മനോഹരമാണ് എന്ന് ആദ്യമായി പറയുന്നത്. അനസൂയ then points out the jasmine vine. അതിനുശേഷം അനസൂയ എന്ത് ചെയ്യുന്നു, ആ ജാസ്മിൻ വൈനിനെ കാണിച്ചു കൊടുക്കുന്നു. വിച്ച് ശകുന്തള ഹാഡ് നെയിംഡ് ലൈറ്റ് ഓഫ് ദ ഗ്രോവ്. ആ ഗ്രോവിന്റെ, ആ കാടിന്റെ വെളിച്ചമെന്ന് അവൾ പേരിട്ടിരുന്ന ജാസ്മിൻ വൈനിനെ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് ഹാപ്പിലി സേസ് ദാറ്റ് ദ ജാസ്മിൻ ഹാസ് ചോസൻ ദ മാംഗോ ട്രീ ആസ് ഹെർ ഹസ്ബൻഡ്. എന്നിട്ട് സന്തോഷത്തോടെ പറയുന്നു മുല്ലവള്ളി തേന്മാവിനെ അതിൻ്റെ ഹസ്ബൻഡായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. ദിസ് ഇമേജ് സിംബലൈസസ് ആൻ ഐഡിയൽ മാരേജ്. ഈ ഒരു ഇമേജ്, ഈ ഒരു ചിത്രം ഒരു പെർഫെക്റ്റ് ആയ വിവാഹത്തെയാണ് കാണിച്ചു തരുന്നത്.
The delicate jasmine wine represents a tender, beautiful wine. ജാസ്മിൻ വൈൻ അല്ലെങ്കിൽ ഒരു മുല്ലവള്ളി എന്തിനെ കാണിച്ചു തരുന്നു? സുന്ദരിയായ ഒരു ഭാര്യയെ. ആൻഡ് ദ സ്ട്രോങ് മാംഗോ ട്രീ റെപ്രസെൻറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഹസ്ബൻഡ്. ശക്തനായ ആ ഒരു മാവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ജാസ്മിനെ, ആ ഒരു മുല്ലവള്ളിയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മാവായിട്ടാണ് കണ്ടെത്തുന്നത്. ശകുന്തള എഗ്രീസ് സെയിങ്. ശകുന്തളയും അതിനോട് യോജിക്കുന്നുണ്ട്. എന്താ ശകുന്തള പറഞ്ഞത്? വാട്ട് എ പ്രറ്റി പെയർ ദേ മേക്ക്. എന്ത് നല്ല ജോഡിയാണ് അവരുടേത് എന്നത് പറയുന്നുണ്ട്. The conversation playfully predicts that Shakuntala herself will soon find a strong, loving partner. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്നും കാണിച്ചു തരുന്നത് ശകുന്തള എത്രയും വേഗം തന്നെ സ്ട്രോങ് ആയ ഒരു സ്നേഹമുള്ള ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുന്ന ഒരു സൂചനയാണ് തരുന്നത്. ദ കിങ് ഹു ഈസ് ഹൈഡിങ് നിയർ ബൈ ആൻഡ് ലിസണിങ് ടു എവറിത്തിങ്. ആരാണ് അത്? തൊട്ടടുത്ത് ഒളിച്ചു നിന്നത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന കിങ് ദുഷ്യന്ത തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ക്രിപ്ഷൻ. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് പോവാണ്. 6th question. യു പ്ലാൻ ടു മേക്ക് എ ഷോർട്ട് വീഡിയോ ബേസ്ഡ് ഓൺ സീൻസ് ഫ്രം ദ പ്ലേ ശാകുന്തളം. ഈ ശാകുന്തളം പ്ലേ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇതിൽ പല സീൻസും നമുക്ക് അഭിനയിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സീനുകളാണ്. പ്രിപ്പയർ എ സ്റ്റോറി ബോർഡ് ഫോർ ദ വീഡിയോ. അങ്ങനെയാണെങ്കിൽ എന്ത് ഉണ്ടാക്കാനാണ് പറയുന്നത്? സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോവുക. ഇപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ പോയി ഷൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു മൂവി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നേരെ പോയി ഷൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആദ്യം ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മൾ ഓരോ ഷോട്ടും അതിൻ്റെ ഫ്രെയിമും ഒക്കെ നമ്മൾ നേരത്തെ നിശ്ചയിക്കും. ജസ്റ്റ് ഒരു ചെറിയ സ്കെച്ച് നമ്മൾ കൊടുക്കും ആ ഒരു സീൻ കാണിക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഷോട്ടാണോ ക്ലോസപ്പ് ഷോട്ടാണോ എന്ന് വ്യക്തമായി അതിൽ എഴുതും. ആ ഒരു സീനിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം കാണിക്കും. ആ സീനിൽ കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മൾ അതിൽ ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നതിന് മുന്നേ നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും അല്ലേ, ഒരു പ്ലാൻ വരയ്ക്കും. അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന പ്ലാനിങ് ആണ്. A storyboard is an outline of the shots and frames of a video. അപ്പോൾ ഒരു വീഡിയോയുടെ ഷോർട്സിൻ്റെയും ഫ്രെയിംസിൻ്റെയും ഒക്കെ ഒരു ഔട്ട്ലൈൻ ആണ് സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സീൻസ് ഓഫ് ഇമേജസ് ദാറ്റ് റെപ്രസെൻറ്റ് ഈച്ച് ഷോട്ട് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ നമ്മളൊരു കഥ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ഓരോ ഷോട്ടുകൾ ഉണ്ടാവും അല്ലേ. ഓരോ ഷോട്ട് നമ്മൾ ഓരോ പിക്ചർ വെച്ചിട്ട്, ഓരോ പടം വെച്ചിട്ട്, ഓരോ ചിത്രം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഹിയർ ഈസ് എ സാമ്പിൾ സ്റ്റോറി ബോർഡ് ബേസ്ഡ് ഓൺ ദ സെഗ്മെന്റ് ബി അറ്റാക്സ് ഫ്രം ദ പ്ലേ ശാകുന്തളം. ശാകുന്തളത്തിലെ അവസാനത്തെ, നമ്മുടെ ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനാണ് ഇത്, ബി അറ്റാക്സ് അല്ലേ. ശകുന്തളയെ വണ്ടുകൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആ സീൻ. അപ്പോൾ അതിവിടെ 3 സെക്ഷനായി കൊടുത്ത് കാണാം. ആദ്യത്തേത് ഒരു മീഡിയം ഷോട്ട്, പൂക്കളിൽ നിന്നും വണ്ടുകൾ വരുന്ന ഒരു റഫായ ചിത്രം അവിടെ വരയ്ക്കും. അതൊരു മീഡിയം ഷോട്ടാണ്. ബി എമേർജിങ് ഫ്രം ദ ജാസ്മിൻ വൈൻ ആൻഡ് ഫ്ലൈയിങ് ടുവേർഡ്സ് ശകുന്തള. അപ്പോൾ ആ ഒരു ഷോട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ടിൽ ആ സമയത്ത് എന്ത് സൗണ്ടാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടെൻസ്ഡ് സിറ്റുവേഷൻ. ഒന്നെങ്കിൽ ഒരു ടെൻഷനാണ് അവിടെ നിറയുന്നത് അല്ലേ, അതിൻ്റെ ഒരു മ്യൂസിക് കൊടുക്കാം. അല്ലെങ്കിൽ ബസ് ഓഫ് ദ ബീ, വണ്ടിൻ്റെ ശബ്ദം കൊടുക്കാം. രണ്ടാമത്തേത് മീഡിയം ഷോട്ടാണ്. മീഡിയം ഷോട്ട് എന്ന് പറയുമ്പോൾ അത്ര സൂം ചെയ്തിട്ടില്ല, എന്നാൽ വൈഡ് ആംഗിളും അല്ല, മീഡിയം. ശകുന്തള സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ഹർ ഫ്രണ്ട്സ്, ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അതിലെന്താ കാണിക്കേണ്ടത്? ശകുന്തള ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. വണ്ടുകളും ഉണ്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ. അവിടെ കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ടെൻഷൻ ദാറ്റ് ഇസ് മൗണ്ടിങ്. മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്, ടെൻഷൻ കൂടി വരുന്നതിൻ്റെ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക. മൂന്നാമത്തേത് ക്ലോസപ്പ് ഷോട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി സൂം ചെയ്തിട്ടുണ്ടാവും. അനസൂയ ടേൺ ബാക്ക് ടുവേർഡ്സ് എ ക്യാമറ. അനസൂയയുടെ ഫേസ് കാണത്തില്ല, ശകുന്തളനെയാണ് കാണിക്കുന്നത്. എന്നാൽ അനസൂയയുടെ ബാക്ക് സൈഡ് കാണാം. ആസ്കിങ് ശകുന്തള ടു കോൾ അപ്പോൺ ദുഷ്യന്ത ഫോർ ഹെൽപ്പ്. അനസൂയ പറയുന്നതായിട്ട് ആരെ വിളിക്കാനാണ് പറയുന്നത്? ദുഷ്യന്തനെ ഹെൽപ്പിന് വിളിക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സീൻ കാണിക്കാം. അപ്പോൾ അത് കേട്ട് അത് ക്ലോസപ്പ് ഷോട്ടിൽ എടുക്കുന്നു. ക്ലിയർ അല്ലേ? നൗ ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റോറി ബോർഡ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ സ്റ്റോറി ബോർഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതാൻ പറയുന്നു. അതിലൊന്ന് തന്നിട്ടുണ്ട്, സ്കെച്ചസ്. അതെ, നമ്മൾ റഫായിട്ട് ഇതിൽ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നുണ്ട് അല്ലേ, അതാണ് ആദ്യത്തെ ഫീച്ചർ. സിമ്പിൾ ഡ്രോയിങ്സ് പോർട്രേറ്റിംഗ് വാട്ട് ഷുഡ് അപ്പിയർ ഓൺ ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ എന്താണ് വരേണ്ടത്, എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊരു റഫായ സിമ്പിൾ ഡ്രോയിങ് അവിടെ നടത്തുന്നു. ഹാസ് നോട്ട്സ് ഓർ വേർഡ്സ്. ചിത്രങ്ങൾ മാത്രമല്ല അല്ലേ, ആ ഒരു ഫ്രെയിമിനെ കുറിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻസും എഴുതുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ഡയലോഗ്സ് എഴുതി വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ഹാവ് ഡയലോഗ് or small instructions about the scene. മറ്റൊന്നാണ് ഷോസ് ദ ഓർഡർ ഓഫ് ദ സ്റ്റോറി. ഇപ്പോൾ കറക്റ്റ് ഓർഡറിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഫ്രെയിം കണ്ടല്ലേ, 3ഉം കറക്റ്റ് ഓർഡറിലല്ലേ പോകുന്നത്. അപ്പോൾ ഇറ്റ് ടെൽസ് വാട്ട് ഹാപ്പൻസ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചതെന്ന് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് അടുത്തത്, ആൻഡ് ലാസ്റ്റ് അവസാനം സംഭവിച്ചത് മനസ്സിലാക്കാം. സോ ദ സ്റ്റോറി മേക്സ് സെൻസ്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടും. മറ്റൊന്നാണ് ഹെൽപ്സ് പ്ലാൻ ദ സ്റ്റോറി. സ്റ്റോറി ബോർഡ് വഴി ഒരു കഥ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും.
It makes it easier to think ahead and organize the story before making a video, animation or play. അപ്പോൾ നമ്മളൊരു ആനിമേഷൻ നിർമ്മിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം, എന്തൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ, അപ്പോൾ സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടുകളെ നമ്മൾ കാണിക്കണമെങ്കിൽ നമുക്ക് വണ്ടുകൾ റെഡി ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോറി ബോർഡ് ഹെൽപ്സ് എ ഡയറക്ടർ ടു. എന്തിനൊക്കെയാണ് ഡയറക്ടർ ഹെൽപ്പ് ചെയ്യുക? വിഷ്വലൈസ് ആൻ ഐഡിയ. മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് പറ്റും പിക്ചറിൻ്റെ ഫോർമാറ്റിൽ. കമ്മ്യൂണിക്കേറ്റ് ദ ഐഡിയ ക്ലിയർലി. വ്യക്തമായിട്ട് ഓരോ സീനിൽ എന്തൊക്കെ വേണമെന്ന് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഓർ അതർ ഇഷ്യൂസ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്താണ് എന്തൊക്കെ ആണ് കുറവുകൾ, എന്തൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് എന്ത് പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കാനായി കഴിയും. പ്ലാൻ ഷോർട്ട്സ് ആൻഡ് എൻഗേജ് ഇൻ എക്സ്പെരിമെൻറ്റേഷൻ. കുറച്ചുകൂടി കറക്റ്റായിട്ട് ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാനും പറ്റും. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, പല കാര്യങ്ങളും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഉള്ള ഒരു വേദി കൂടിയാവും ഈ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുമ്പോൾ. റീവിസിറ്റ് ദ പ്ലേ ശാകുന്തളം ആൻഡ് ഐഡൻറ്റിഫൈ ദ സീൻസ് ടു ബി മെയ്ഡ് ഇൻ ടു ഷോർട്ട് വീഡിയോ ഈച്ച് ഓഫ് 2 minutes ഡ്യൂറേഷൻ. ഒരു 2 minute ഡ്യൂറേഷനിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റിയ സീനുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 2 എണ്ണം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. കിങ് ദുഷ്യന്തൻസ് ഹണ്ട് ബീങ് സ്റ്റോപ്ഡ് ബൈ ദി ഹെർമിറ്റ്സ്. ഹെർമിറ്റ്സ് ദുഷ്യന്തനോട് നായാട്ട് നിർത്താനായിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്, അത് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റും. ദ കോൺവെർസേഷൻ വിത്ത് ദ ചാരിയറ്റ് ഡ്രൈവർ അല്ലെ, നമ്മുടെ രഥസാരഥിയുമായിട്ടുള്ള സംഭാഷണം ഒരു 2 minutes വീഡിയോ സുഖമായിട്ട് ആക്കാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് എഴുതാവുന്നതാണ് ശകുന്തള ആൻഡ് ഹെർ ഫ്രണ്ട്സ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ആ ചെടികൾ നനയ്ക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമുക്കൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് Shakuntala is distressed as a bee leaves the jasmine vine and flies into her face. അതിപ്പോൾ നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ തന്നതാണ്, അത് സുഖമായിട്ട് നമുക്കൊരു വീഡിയോ ആക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്നാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആദ്യമായിട്ട് ശാകുന്തളയെ കാണുന്നതും ദുഷ്യന്തന് ശാകുന്തളയെ വർണ്ണിക്കുന്ന ആ സീനുകളും കാണുന്ന സീനുകളൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. Now, form groups and develop a storyboard for the selected scene. Your teacher will help you. Prepare the storyboard in class, create short videos and upload them to your school blog or to a social media platform. അപ്പോൾ ഇനി നമ്മളോട് ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇഷ്ടമുള്ള അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു സീൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ ഡ്രോയിങ്സ് ചെയ്യണം, അതിനെക്കുറിച്ച് എഴുതണം, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയണം, 3 ഷോർട്ടാക്കി അതിനെ വിഭജിക്കുകയും വേണം. അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കൂൾ വ്ലോഗിലോ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോർട്ട് 1 ഒരു പിക്ചർ അവിടെ വരയ്ക്കാം. ദുഷ്യന്തൻ എന്താണ് ഒരു രഥത്തിൻ്റെ മേലെ ഇരിക്കുന്നതും ഒരു മാൻ മുന്നിലുമായിട്ട് റഫായിട്ടൊരു പിക്ചർ വരയ്ക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ത് എഴുതാം? ദുഷ്യന്ത സ്പീഡ്സ് ത്രൂ ദ ഫോറസ്റ്റ് പെർസ്യൂവിങ് ദി ഡിയർ. ഡിയറിനെ ചേസ് ചെയ്തുകൊണ്ട് സ്പീഡിൽ പോകുന്ന ചാരിയറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഫാസ്റ്റായ ത്രില്ലിംഗ് മ്യൂസിക് കൊടുക്കാം. ഷോർട്ട് 2 വരയ്ക്കേണ്ടത് ഹെർമിറ്റ്സിൻ്റെ ഒരു ക്ലോസപ്പ്, അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു രംഗം കണ്ട് ഷോക്കായി നിൽക്കുന്ന 2 ഹെർമിറ്റ്സിൻ്റെ ചിത്രം അവിടെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ: ദ ഹെർമിറ്റ്സ് ഗെസ്ചർ ടു ദുഷ്യന്ത സിഗ്നലിംഗ് ഹിം ടു സ്റ്റോപ്പ്. ഹെർമിറ്റ്സ് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ ഒരു ചാരിയറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുന്നതായിരിക്കണം അവരുടെ ആക്ഷൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഒരു ത്രില്ലിംഗ് മ്യൂസിക് തന്നെ കൊടുക്കാം. ഷോർട്ട് 3 പിക്ചർ എന്താണെന്ന് വെച്ചാൽ ദുഷ്യന്തൻ ഓൺ ദ ചാരിയറ്റ് തന്നെ, ദുഷ്യന്തൻ രഥത്തിൽ തന്നെ ഇരിക്കുന്നു. സന്യാസികളെ ഹെർമിറ്റ്സിനെ കൺഫ്യൂഷനോടെ നോക്കുന്ന ഒരു ഫേസും നമുക്ക് വരയ്ക്കാം. ഡിസ്ക്രിപ്ഷൻ എന്താ എഴുതേണ്ടത്? ദുഷ്യന്ത സ്ലോസ് ഡൗൺ, രഥം നിർത്തുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചും കൂടി ഒരു മെലഡി മ്യൂസിക് കൊടുക്കാം, കാരണം നമ്മൾ പോസിറ്റീവിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് 4 ചാപ്റ്റർ 1 ശാകുന്തളത്തിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനുമായി എത്രയും വേഗം കാണാം. താങ്ക്